ആത്മശുദ്ധീകരണത്തെ ഖുർആനിൻ്റെ പ്രയോഗങ്ങളിലൂടെ തസ്കിയത്ത് എന്ന് നമുക്ക് വിളിക്കാം. ഒരു വ്യക്തി സത്യവിശ്വാസം ഉൾക്കൊള്ളുന്നതോടെ തസ്കിയത്തിലൂടെയുള്ള പ്രയാണമാണ് ആരംഭിക്കുന്നത്. ക്രമേണ ആത്മശുദ്ധി കൈവരിക്കുന്നു. ആ മനുഷ്യനാണ് നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ അനശ്വര സ്വർഗത്തിൽ പ്രവേശിക്കാൻ അർഹത നേടുന്നത്. വിശുദ്ധ ഖുർആൻ ഇങ്ങനെ പ്രഖ്യാപിക്കുന്നുണ്ട്: ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസാഹ. ആത്മാവിനെ സംസ്കരിച്ചവൻ വിജയിച്ചു, അതിനെ കളങ്കപ്പെടുത്തിയവൻ പ്രതീക്ഷ നശിച്ചവനായി തീരുകയും ചെയ്തു എന്നാണ്. ശരീരത്തിന് പോഷകങ്ങളും പോഷണങ്ങളും അടങ്ങിയ ആഹാരം വേണം. അത് ലഭിച്ചാൽ ശരീരത്തിൻ്റെ ആരോഗ്യം നിലനിൽക്കും. ആത്മാവിനും അതുപോലെ ഭക്ഷണം വേണം. അത് നൽകിയാൽ ആത്മാവും വിശുദ്ധമായി തീരും. ഇങ്ങനെ ആത്മാവിന് ഭക്ഷണം നൽകുന്ന പ്രക്രിയക്കാണ് തസ്കിയ എന്ന് പറയുന്നത്. അബുൽ ഫത്ഹുൽ ബസ്തി തൻ്റെ കവിതാശകലത്തിലൂടെ വളരെ മനോഹരമായി അതിനെ നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. യാ ഖാദിമൽ ജിസ്മി കം തഷ്ഖാ ബി ഖിദമതിഹി ലിതത്ലുബ റിബഹ മിമ്മാ ഫീഹി ഖുസ്റാനു. ശരീരത്തെ സേവിച്ച് കഴിയുന്ന മനുഷ്യ, അതിനെ സംരക്ഷിക്കാൻ എത്രയാണ് നീ കഷ്ടപ്പെടുന്നത്. നഷ്ടപ്പെട്ടു പോകുന്ന ഒന്നിലാണല്ലോ നിന്റെ ലാഭപ്രതീക്ഷ. അഖ്ബിൽ അലൻ നഫ്സി വസ്തക്മിൽ ഫളാഇലഹ വഅൻത ബിൻ നഫ്സി ലാ ബിൽ ജിസ്മി ഇൻസാനു. നീ മനസ്സിൻ്റെ നേരെ തിരിഞ്ഞു നിൽക്കൂ, അതിൻ്റെ ഉത്കൃഷ്ടതകൾ പൂർണ്ണമാക്കൂ. നീ വെറും ശരീരം കൊണ്ടല്ല, മനസ്സുകൊണ്ടാണ് യഥാർത്ഥ മനുഷ്യനാകുന്നത് എന്നാണ്. വേദസൂക്ത പ്രകാരം ആത്മാവിൻ്റെ പ്രധാന ഭക്ഷണം ചിന്തയും ഹുദയുമാണ്. സൂറ ആൽ ഇംറാനിലെ 191-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാര്യം നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ്. ഉപരിലോകങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിലും രാപ്പകലുകൾ മാറി മാറി വരുന്നതിലും ബുദ്ധിയുള്ളവർക്ക് ദൃഷ്ടാന്തമുണ്ട്. الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. നിന്നും ഇരുന്നും കിടന്നും ഈശ്വരനെ സ്മരിക്കുകയും വാനലോകങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിനെ പറ്റി ചിന്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നവരാകുന്നു അവർ. ഞങ്ങളുടെ നാഥ, ഇത് നീ നിരർത്ഥകമായി സൃഷ്ടിച്ചതല്ല. നീ എത്ര പരിശുദ്ധൻ. അതിനാൽ നരകശിക്ഷയിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ എന്നായിരിക്കും സത്യവിശ്വാസികൾ പ്രാർത്ഥിക്കുക എന്നാണ്. ഒരു വിശ്വാസി അനുനിമിഷം നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്വസനം പോലെ അനുനിമിഷം നടക്കേണ്ടുന്ന ഒരു തുടർ പ്രക്രിയയാണ് ശരിക്ക് തസ്കിയ. തൻ്റെ ജീവിതത്തിലെ ഓരോ ബിന്ദുവിലും സ്പന്ദനങ്ങളിലും അവൻ്റെ ഓരോ പാദപതനങ്ങളിലും നിന്നും ഇരുന്നും കിടന്നും ജീവിതത്തിൻ്റെ ചേരുവയായി ഒരു വിശ്വാസി തന്നിലേക്ക് ചേർത്തി വെക്കേണ്ടതാകുന്നു തസ്കിയ. തന്നിഷ്ടങ്ങളെ അവഗണിക്കുകയും സന്മാർഗത്തെ പിന്തുടരുകയും ചെയ്യുമ്പോൾ ആത്മസംസ്കരണ പ്രക്രിയ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ശക്തി പ്രാപിച്ചുകൊണ്ടേയിരിക്കും. ഖുർആൻ അതിന് സൂചന നൽകുന്നുണ്ട്. സൂറ ത്വാഹയിലെ 123-ാമത്തെ സൂക്തത്തിൽ
فإما يأتينكم مني هدى فمن اتبع هداي فلا يضل ولا يشقى. എന്നാൽ എൻ്റെ പക്കൽ നിന്നുള്ള മാർഗദർശനം നിങ്ങൾക്ക് വന്നു കിട്ടുന്ന പക്ഷം എൻ്റെ മാർഗദർശനം ആർ പിൻപറ്റുന്നുവോ അവർ പിഴച്ചു പോവുകയില്ല, ദൗർഭാഗ്യമടയുകയുമില്ല. ഒരിക്കൽ പ്രവാചക സദസ്സിൽ ഒരു ചോദ്യമുയർന്നു. തിരുദൂതരെ, ഒരുവന്റെ ഹൃദയം സംസ്കരിക്കാൻ എന്തുണ്ട് മാർഗം? അവിടുന്ന് പ്രതിവചിച്ചു, മരണത്തെക്കുറിച്ച് സദാ ഓർത്തുകൊണ്ടിരിക്കുക, ഖുർആൻ പഠിക്കുകയും ചെയ്യുക. ഒരു മനുഷ്യന്റെ മനസ്സ് ഹൃദയം സംസ്കരിക്കാനുള്ള രണ്ട് വഴികളാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുചരന്മാർക്ക് ആ സന്ദർഭത്തിൽ പറഞ്ഞു കൊടുത്തത്. സഹോദരങ്ങളെ, ഇസ്ലാഹി പ്രവർത്തകരെ, നമ്മളും നമ്മുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ ഓർക്കേണ്ടത് നമ്മുടെ മരണത്തെക്കുറിച്ചും നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത് നമ്മുടെ രക്ഷാകവചമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവതരിപ്പിച്ചു തന്ന വിശുദ്ധ ഖുർആനിനെ കുറിച്ചുമാണ്. ഈ കാര്യം പ്രവാചകന്റെ ഈ വസിയത്ത് നമ്മൾ നെഞ്ചോട് ചേർത്ത് വെക്കുകയും എല്ലാ ദിവസവും വിശുദ്ധ ഖുർആൻ പഠനത്തിന് വേണ്ടി അല്പസമയം നമ്മൾ ഓരോരുത്തരും നീക്കിവെക്കുകയും ചെയ്യുക. നമ്മുടെ വീടകങ്ങൾ ഖുർആൻ പഠനത്താൽ അനുഗ്രഹീതമായി തീരുന്ന ഒരു അവസ്ഥ നമ്മൾ ഓരോരുത്തരും തന്നെ സൃഷ്ടിച്ചെടുക്കേണ്ടതുണ്ട്. തസ്കിയയുടെ രണ്ട് അടിസ്ഥാന സ്രോതസ്സുകളാണുള്ളത്. ഒന്ന് വിശുദ്ധ ഖുർആനും മറ്റൊന്ന് തിരുസുന്നത്തുമാണ്. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നിർവഹിച്ചിട്ടുള്ള ദൗത്യത്തെ വിശദീകരിച്ച സന്ദർഭത്തിൽ ഖുർആൻ പറയുന്നുണ്ട്, യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. അദ്ദേഹം അവർക്ക് ദൈവിക വചനങ്ങൾ പാരായണം ചെയ്ത് കേൾപ്പിക്കുകയും അവരെ സംസ്കരിക്കുകയും അവർക്ക് വേദവും യുക്തിജ്ഞാനവും പഠിപ്പിക്കുകയും ചെയ്യുന്നുവെന്നാണ്. അതേപോലെ തന്നെ സുന്നത്തിനോടുള്ള നമ്മുടെ അടങ്ങാത്ത ഒടുങ്ങാത്ത ആഭിമുഖ്യവും അഭിനിവേശവും ഈമാനിലേക്ക് ചേർത്തിക്കൊണ്ടാണ്, അള്ളാഹുവിനോടുള്ള സ്നേഹത്തിലേക്ക് ചേർത്തിക്കൊണ്ടാണ് ഖുർആൻ അതിനെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബക്കും. നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്നെ നിങ്ങൾ ഇത്തിബാ ചെയ്യണമെന്നാണ്. എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ സുന്നത്തിനെ ചാണിനു ചാണായി മുഴത്തിന് മുഴമായി പിന്തുടരുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ബഹുമാന്യരായ ഇസ്ലാഹി പ്രവർത്തകരെ, ഈ കാര്യം നമ്മളും നമ്മുടെ കുടുംബാംഗങ്ങളുമെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ ജീവിതത്തിൽ സുന്നത്തുകളെ ആവുന്നത്ര പിന്തുടരാൻ നമ്മൾ നിഷ്ഠ പാലിക്കേണ്ടതുണ്ട്. തസ്കിയത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ സൃഷ്ടിയും സൃഷ്ടാവും തമ്മിൽ സ്ഥാപിച്ചെടുക്കുന്ന ഹൃദയാധിഷ്ഠിതമായ ദൃഢബന്ധമാണ് യഥാർത്ഥത്തിൽ തസ്കിയത്ത്. നിഷ്കളങ്കവും നിഷ്കപടവുമായ ഈമാനാണ് തസ്കിയത്തിന്റെ കേന്ദ്രബിന്ദു. അൽ ഈമാനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. വിശ്വാസത്തെക്കുറിച്ച് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുമ്പോഴെല്ലാം അല്ലാഹുവിലുള്ള ദൃഢവിശ്വാസവും മരണാനന്തര ജീവിതത്തിലുള്ള ദൃഢവിശ്വാസവുമാണ് നമ്മെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഖുർആൻ അള്ളാഹുവിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നത് അവൻ നമ്മുടെ കൂടെ എപ്പോഴും ഉള്ളവനാണ്, നമ്മുടെ ജീവനാഡിയേക്കാൾ നമ്മോട് സമീപസ്ഥനാണ്. നഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ്. അങ്ങനെയുള്ള ഒരു അള്ളാഹു, നമ്മുടെ ഹൃദയത്തിന്റെ ഓരോ വിചാരങ്ങളും അറിയുന്നവനായ അള്ളാഹു. വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു. നമ്മൾ എവിടെയാണെങ്കിലും നമ്മുടെ കൂടെയുള്ളവനായ അള്ളാഹു. വഹുവ മഅക്കും ഐനമാ കുന്തും. നമ്മൾ എവിടെ യാത്ര പോവുകയാണെങ്കിൽ പോലും നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ അല്ലാഹുമ്മ അൻത സ്വാഹിബു ഫിസ് സഫർ വൽ ഖലീഫത്തു ഫിൽ അഹ്ൽ. അല്ലാഹുവേ, ഞങ്ങളുടെ യാത്രാവേളയിൽ നീ ഞങ്ങളുടെ സഹയാത്രികനാണ്, ഞങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്ന ഖലീഫയുമാണ് നീ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ആ പ്രാർത്ഥന ഉരുവിടുന്നത്. ഇതിലൂടെ എല്ലാം തന്നെ ജഗന്നിയന്താവായ കരുണാമയനായ അള്ളാഹുവിലുള്ള ദൃഢവിശ്വാസത്തെക്കുറിച്ച് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്.
അതേപോലെ തന്നെ അന്ത്യദിനത്തിലുള്ള വിശ്വാസത്താൽ പ്രചോദിതമായി കൊണ്ടായിരിക്കണം നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും നമ്മൾ നിർവഹിക്കേണ്ടത് എന്നാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാരോപദേശങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ഒരാൾ അവൻ നന്മ മാത്രമേ സംസാരിക്കാവൂ, നല്ലതേ പറയാവൂ. അതിന് കഴിയില്ലെങ്കിൽ അവർ മൗനം പാലിക്കണമെന്നാണ് റസൂൽ ഉണർത്തിയിട്ടുള്ളത്. നമ്മുടെ അല്ലാഹുവിലുള്ള വിശ്വാസത്തിലേക്കും മരണാനന്തര ജീവിതത്തിലേക്കും ചേർത്തിക്കൊണ്ടാണ് അത് പറഞ്ഞത്. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം ജാറഹു. നമ്മുടെ അയൽപക്കക്കാരെ നമ്മൾ ആദരിക്കുന്നത് മരണാനന്തര ജീവിതത്തിലുള്ള നമ്മുടെ വിശ്വാസത്താൽ പ്രചോദിതമായി കൊണ്ട് തന്നെയാണ്. അതേപോലെ തന്നെ അല്ലാഹുവിലുള്ള വിശ്വാസവും മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം ലൈഫഹു. അതേപോലെ തന്നെ നിങ്ങളുടെ അതിഥികളെ നിങ്ങൾ ആദരിക്കേണ്ടതും സ്വീകരിക്കേണ്ടതും സൽക്കരിക്കേണ്ടതും ഈ വിശ്വാസത്താൽ പ്രചോദിതമായി കൊണ്ടാണ് എന്നതാണ്. ആത്മപരിശോധനയിലൂടെയാണ് തസ്കിയ സാധ്യമാകേണ്ടത്. ഈഗോ അഥവാ അഹംഭാവമാണ് മനുഷ്യനിലെ ഏറ്റവും ഉത്കൃഷ്ടവും ഉത്കടവും ശക്തവുമായ വികാരം. മനുഷ്യനിലെ ഏറ്റവും ഉത്കടവും ശക്തവുമായ വികാരമാണ് ശരിക്ക് അഹംഭാവം, ഈഗോ. ഓരോരുത്തരും ജീവിച്ചു കൊണ്ടിരിക്കുന്നത് താൻ എല്ലാമാണ് എന്ന തോന്നലോടെയാണ്. ശരിക്ക് അല്ലാഹുവിലുള്ള വിശ്വാസമുള്ള മരണാനന്തര ജീവിതത്തിലുള്ള വിശ്വാസമുള്ള ഒരു വ്യക്തിയുടെ മനസ്സിൽ നിന്ന് തുടച്ചു നീക്കേണ്ട ഒരു ധാരണയാണിത്. അതുകൊണ്ട് നമ്മൾ ആത്മസംസ്കരണത്തിന്റെ ഭാഗമായി അവനവന്റെ ഉള്ളിലേക്ക് നോക്കി സ്വയം വിമർശിച്ചും നിഷ്കരുണം ആത്മവിമർശനം നടത്തിയും സ്വന്തത്തിനെതിരായി ചിന്തിക്കാൻ കഴിയുന്ന ഒരു സ്വഭാവം പ്രിയമുള്ളവരെ നമ്മളെല്ലാവരും വികസിപ്പിച്ചെടുക്കണം. പണ്ഡിതന്മാരാണെങ്കിലും നേതാക്കന്മാരാണെങ്കിലും പ്രവർത്തകരാണെങ്കിലും സാധാരണക്കാരനാണെങ്കിലും സ്വന്തത്തിനെതിരായി ചിന്തിക്കാൻ കഴിയുന്ന ഒരു സ്വഭാവം നമ്മൾ വികസിപ്പിച്ചെടുക്കണം. നോക്കൂ നിങ്ങൾ, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ആത്മപരിശോധനാ രീതി നമുക്കെല്ലാവർക്കും മാതൃകയാണ്. അദ്ദേഹം അശറത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട പ്രമുഖനായ സഹാബിവര്യനാണ്. രണ്ടാമത്തെ ഖലീഫയാണ്. അദ്ദേഹം മരിച്ചാൽ സ്വർഗമുണ്ട് എന്ന് പ്രവാചകൻ അദ്ദേഹത്തെ നേരത്തെ അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിലാകട്ടെ, വാക്കുകളിലാകട്ടെ, നോക്കുകളിലാകട്ടെ, സമീപനങ്ങളിലാകട്ടെ ഒന്നിലും ഈ ഒരു ഭാവം അദ്ദേഹം കാണിച്ചില്ലെന്ന് മാത്രമല്ല, സ്വന്തത്തെ വിമർശിക്കാനും സ്വന്തത്തെ നിരന്തരമായി പരിശോധനയ്ക്ക് വിധേയമാക്കാനും അദ്ദേഹം സന്നദ്ധമായി. ആത്മസംസ്കരണത്തിന്റെ തസ്കിയത്തിന്റെ ഭാഗമായി പ്രിയമുള്ളവരെ നമ്മളെല്ലാവരും ചെയ്യേണ്ട ഒരു മഹനീയമായ കാര്യമാണിത്. ഉമർ റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നു, റഹിമല്ലാഹു ഇംറഅൻ അഹ്ദാ ഇലയ്യ ഉയൂബി. എൻ്റെ ന്യൂനതകളെ, എൻ്റെ കുറ്റങ്ങളെ, എൻ്റെ കുറവുകളെ, എൻ്റെ പോരായ്മകളെ, എൻ്റെ സ്ഖലിതങ്ങളെ, എൻ്റെ വീഴ്ചകളെ എനിക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്ന വ്യക്തിക്ക് അള്ളാഹു അനുഗ്രഹം ചൊരിയട്ടെ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മളും അങ്ങനെയാണ് പറയേണ്ടത്. നമ്മുടെ വീഴ്ചകൾ, നമ്മുടെ പോരായ്മകൾ, നമ്മുടെ സ്ഖലിതങ്ങൾ എന്താണെന്ന് ആരെങ്കിലും പറഞ്ഞു തന്നാൽ അത് തിരുത്തുകയും പരലോകത്തെ ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിതത്തെ സംസ്കരിച്ചെടുക്കുകയും ചെയ്യണമെന്നാണ് ഇതിലൂടെ നമുക്ക് അറിയാൻ കഴിയുന്ന ഏറ്റവും വലിയ പാഠം. നമുക്കറിയാമല്ലോ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്നെ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തായിരുന്നു ഹുദൈഫ റളിയല്ലാഹു അൻഹു. ഹുദൈഫ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രഹസ്യ സൂക്ഷിപ്പുകാരനായിരുന്നു. മുനാഫിക്കുകളുടെ വിഷയത്തിൽ അദ്ദേഹം ഹുദൈഫയോട് പറയുന്നുണ്ട്, ഹുദൈഫ അൻത സ്വാഹിബു സിർരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മുനാഫിഖീൻ. കപടവിശ്വാസികളുടെ കാര്യത്തിൽ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രഹസ്യം സൂക്ഷിച്ചു വച്ചിരുന്ന ഒരാളാണല്ലോ താങ്കൾ. ഹൽ തറാ അലയ്യ ശൈഅൻ മിൻ ആസാരിൻ നിഫാഖ്. ആരാണിത് പറയുന്നതെന്ന് നോക്കൂ. സ്വർഗം ഉറപ്പാണെന്ന് പ്രവാചകൻ പറഞ്ഞ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കൂട്ടുകാരനോട് ചോദിക്കുന്നത്, എന്റെ ജീവിതത്തിൽ, എന്റെ സംസാരത്തിലോ പെരുമാറ്റത്തിലോ കാപ്പട്യത്തിന്റെ വല്ല അടയാളങ്ങളും നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്.
നമ്മളെ ഒന്ന് പരിശോധിച്ചു നോക്കൂ. ഇത് നമുക്കെല്ലാവർക്കും ഒരു പാഠമാകണം സഹോദരങ്ങളെ. അതുകൊണ്ട് തന്നെയാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ കർമ്മങ്ങളെല്ലാം അല്ലാഹു തൂക്കി കണക്കാക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. നമ്മുടെ കർമ്മഫലങ്ങളായിരിക്കും അന്ന് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സിനു അൻഫുസകും ഖബ്ല അൻ തുസനു, നിങ്ങളുടെ കർമ്മങ്ങൾ അല്ലാഹു തൂക്കി കണക്കാക്കുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളെ ഒന്ന് തൂക്കി കണക്കാക്കി നോക്കൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ നമസ്കാരം, നമ്മുടെ സക്കാത്ത്, നമ്മുടെ പെരുമാറ്റം, നമ്മുടെ സംസ്കാരം, നമ്മുടെ സമീപനങ്ങൾ, നമ്മുടെ സാമ്പത്തിക ഇടപാടുകൾ, ജീവിതത്തിൽ എല്ലാ രംഗങ്ങളിലും നമ്മുടെ പാലിക്കേണ്ട കാര്യങ്ങളിൽ ഞാൻ എത്ര വെയിറ്റ് ഉണ്ട് എന്ന് നമ്മൾ തൂക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എന്തിനു വേണ്ടി? ഏറ്റവും വലിയ ഒരു എക്സിബിഷൻ വരാനുണ്ട് എന്നാണ്, ഒരു വലിയ പ്രദർശനം വരാനുണ്ട്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് അതാണ്. ഏതാണ് അൽ അർദുൽ അക്ബർ? യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അല്ലാഹുവിന്റെ മുമ്പിൽ ജനങ്ങളെല്ലാം ഒരുമിച്ച് കൂടുന്ന ദിവസം. യൗമ യജ്മഉകും ലിയൗമിൽ ജംഅ്, ആ മഹാസമ്മേളനത്തിന് നിങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു തആല ഒരുമിച്ച് കൂട്ടുന്ന ദിവസം. അന്ന് നമ്മൾ ഓരോരുത്തരും നമ്മളെ പ്രദർശിപ്പിക്കുകയാണ്. നമ്മുടെ തൂക്കം എത്രയുണ്ട് എന്ന് അന്ന് അല്ലാഹു അളന്ന് തിട്ടപ്പെടുത്തും. അതിനനുസരിച്ച് നമുക്ക് രക്ഷാശിക്ഷകൾ വിധിക്കും. ആ ദിവസത്തിന് വേണ്ടി, ആ ഒരു പ്രദർശനത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങണം. നമ്മൾ ഏറ്റവും സുന്ദരരായി, സുമുഖരായി, സുശീലരായി, സുഗാത്രരായി, അള്ളാഹുവിന്റെ മുമ്പിൽ ഏറ്റവും പ്രിയപ്പെട്ടവരായി, അവന്റെ ഇഷ്ടദാസന്മാരായി അന്നാണ് നമ്മളെ പ്രദർശിപ്പിക്കേണ്ടത് എന്നാണ് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നമ്മെ ഉണർത്തുന്നത്. ഖൽബുൻ സലീം, കുറ്റമറ്റ മനസ്സുമായി അന്ത്യദിനത്തിൽ നമുക്ക് ഒരുമിച്ച് കൂടാൻ കഴിയണം. തസ്കിയ എന്നുള്ളത് അള്ളാഹുവിൽ നിന്ന് മനുഷ്യന് ലഭിക്കുന്ന അതിമഹത്തായ ഒരു അനുഗ്രഹമാണ്. ആ അനുഗ്രഹം അവനോട് ചോദിച്ച് പ്രാർത്ഥിച്ച് ഇരുന്ന് തന്നെ വാങ്ങേണ്ട ഒരു സമ്മാനമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇസ്ലാഹി പ്രവർത്തകരെ, നമുക്ക് നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാം. അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹ. ഓരോരുത്തരും പ്രാർത്ഥിക്കുക, അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹ. അല്ലാഹുവേ, എനിക്ക് ഹൃദയഭക്തി നീ നൽകണമേ തമ്പുരാനെ. വസക്കിഹ, അതിനെ നീ സംസ്കരിക്കണമേ. അൻത ഖൈറു മൻ സക്കാഹ, എന്റെ മനസ്സിനെ, ഹൃദയത്തെ സംസ്കരിക്കുന്നതിൽ ഏറ്റവും നന്നായി സംസ്കരിക്കുന്നവൻ നീ തന്നെയാണ് റബ്ബേ. അൻത വലിയുഹാ വ മൗലാഹാ, നീയാണ് അതിന്റെ ഉടമസ്ഥനും അതിന്റെ യജമാനനും. സഹോദരങ്ങളെ, അങ്ങനെ വിശുദ്ധമായ വെളുവെളുത്ത മനസ്സിന്റെ ഉടമയായി ഏറ്റവും നല്ല കർമ്മങ്ങളുമായി അള്ളാഹുവിന്റെ തിരുസവിധത്തിങ്കൽ സന്നിഹിതരാകാൻ, അള്ളാഹുവിന്റെ കരുണാകടാക്ഷത്തിന് പാത്രമാകാൻ റഹ്മാനായ റബ്ബ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.